ഒരു ക്യൂ എഞ്ചിനീയർ അഥവാ ടെസ്റ്റിംഗ് എഞ്ചിനീയറിനെ കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് കാരണം അപ്പോൾ ഇന്നത്തെ നമ്മളെ പോഡ്കാസ്റ്റിലെ ഗസ്റ്റ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എസ്ഡെറ്റ് അഥവാ ക്യു എ എഞ്ചിനീയർ ആണ്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ക്യു എ എഞ്ചിനീയർ ആവാം, അതിൻ്റെ ഫ്യൂച്ചറിൽ സ്കോപ്പ് എന്താണ്, AI കാരണം അത് റീപ്ലേസ് ആവുമോ, പിന്നെ നിങ്ങൾ എന്നോട് ഇൻസ്റ്റയിലും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ഞാൻ ഈ ഒരു ടോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിക്കാരും. നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവരാണ്, AIൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഇത് ഈ ഫീൽഡ് അഫക്റ്റ് ചെയ്യുന്നത്, എന്താണ് ആസ് എ ടെസ്റ്റർ അല്ലെങ്കിൽ ആസ് എ ക്യൂ എഞ്ചിനീയർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിൽ കോഡിങ്ങിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ, അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു ടോക്കിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ആൻഡ് ഇത് നമ്മൾ ഫസ്റ്റത്തെ ഒരു ഓൺലൈൻ പോഡ്കാസ്റ്റ് ആണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഡിഫിക്കൽട്ടീസ് ചിലപ്പോൾ നിങ്ങൾ ഇതിൽ ഫേസ് ചെയ്യും. പക്ഷേ എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക. നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ഓൺലൈൻ പോഡ്കാസ്റ്റും കൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ ഗസ്റ്റുകളെ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ബാക്ക് ടു പഴയ പോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഗസ്റ്റുകളെ കൊണ്ടുവരാം. അപ്പം എനിവേസ് നിങ്ങൾ പറയാം നിങ്ങളുടെ ഫീഡ്ബാക്ക്, അതുപോലെ നമ്മുടെ ഗസ്റ്റിനുള്ള അപ്രിസിയേഷൻ നിങ്ങൾ പറയാം. അപ്പോൾ എല്ലാവരും സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ് ദ ടോക്ക്.